നമസ്കാരം. എല്ലാവർക്കും ഐ സി എഞ്ചിൻ്റെ ലെസൺ 4ലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കാദ്യം പെട്രോൾ എഞ്ചിൻ്റെ എയർ ഫ്യൂൽ സപ്ലൈ സിസ്റ്റം നോക്കാം. നമ്മൾ കഴിഞ്ഞ ലെസണുകളിൽ പെട്രോൾ എഞ്ചിനിലും ഡീസൽ എഞ്ചിനും എന്താണെന്ന് പറഞ്ഞിരുന്നു, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞിരുന്നു. അതിനുശേഷം അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് കുറച്ച് ടേംസ്, സ്റ്റോഷിയോമെട്രിക് എയർ ഫ്യൂൽ റേഷ്യോ, സ്ക്വയർ എഞ്ചിൻ, അതേപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ഫയറിംഗ് ഓർഡർ, അതേപോലെയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് നമ്മൾ പറഞ്ഞിരുന്നു. സോ ഇന്ന് നമുക്ക് പറയേണ്ടത് എയർ ഫ്യൂൽ സപ്ലൈ സിസ്റ്റം, പെട്രോൾ എഞ്ചിനിലെ എയർ ഫ്യൂൽ സപ്ലൈ സിസ്റ്റമാണ്. ഇത് ഡയഗ്രാം ഉപയോഗിച്ച് തന്നെ പറയാം. നമ്മൾ എയർ അറ്റ്മോസ്ഫിയറിൽ നിന്ന് വലിച്ചെടുക്കുന്നു. ആ എയറിനെ ഒരു എയർ ഫിൽറ്റർ വഴി ക്ലീൻ ചെയ്യുന്നു, ഫിൽറ്റർ ചെയ്യുന്നു. എന്നിട്ട് ആ എയറിനെ ഫിൽറ്റർ ചെയ്ത എയറിനെ കാർബറേറ്ററിലേക്ക് കൊണ്ടുപോകുന്നു. എയർ ഫിൽറ്റർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം എയറിൽ നല്ല രീതിയിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. അറ്റ്മോസ്ഫിയറിലെ എയറിൽ നല്ല ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഇത് എൻജിൻ സിലിണ്ടറിനുള്ളിലേക്ക് വന്നാൽ അവിടെ വിയർ ഉണ്ടാകാൻ കാരണമാകും. അതുപോലെ കമ്പസിന് ശേഷം ബൈ പ്രോഡക്ട്സിനകത്ത് ഇതിൻ്റെ തരികളുണ്ടാകും. അത് ഇതിനകത്ത് വിയർ ആൻഡ് എയർ കൂടുതലായിട്ടുണ്ടാകും. അതുകൊണ്ട് എയറിനെ ഫിൽറ്റർ ചെയ്യുന്നു. എയറിനെ ഫിൽറ്റർ ചെയ്യുന്നു. ആ ഫിൽറ്റർ ചെയ്ത എയറിനെ കാർബറേറ്ററിനുള്ളിലേക്ക് എത്തിക്കുന്നു. ഇവിടെ നിന്ന് ഫ്യൂവൽ ടാങ്ക്, നമ്മൾ ഫ്യൂവൽ ഫില്ല് ചെയ്യുന്ന ഫ്യൂവൽ ടാങ്കിൽ നിന്ന് പെട്രോൾ ഒരു ഫ്യൂവൽ ഫിൽറ്ററിലൂടെ ഫ്യൂവൽ പമ്പ് വലിച്ചെടുക്കുന്നു. നമ്മൾ എയർ ഫിൽറ്റർ പറഞ്ഞതുപോലെ തന്നെ ഫ്യൂവലിൻ്റെ വാട്ടർ പാർട്ടിക്കിളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡസ്റ്റ് പാർട്ടിക്കിളൊക്കെ ഉണ്ടെങ്കിൽ അതിവിടെ ശുദ്ധീകരിക്കപ്പെടുന്നു. അതിനുശേഷം അത് ഫ്യൂവൽ പമ്പ് വഴി കാർബറേറ്ററിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ എയറും ഫ്യൂവലിനെയും കൂടെ പെട്രോൾ എഞ്ചിനിൽ കാർബറേറ്റർ എന്ന് പറഞ്ഞ ഡിവൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാർബറേറ്റർ എന്ന് പറഞ്ഞ ഡിവൈസാണ് എയറിനെയും ഫ്യൂവലിനെയും കൂടി മിക്സ് ചെയ്യുന്നത്. ആ മിക്സ് ചെയ്യുന്നത് ഡെഫിനിറ്റ് പ്രപ്പോർഷനിലാണ്. നമ്മൾ സ്റ്റോഷിയോമെട്രിക് എയർ ഫ്യൂൽ റേഷ്യോ പറഞ്ഞപ്പോൾ റിക്സ് മിക്സ്ചറും ലീൻ മിക്സ്ചറും പറഞ്ഞിരുന്നു. റിസ്ക് മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയങ്ങളിൽ, വണ്ടി ആക്സിലേറ്റർ ചെയ്യുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് കൂടുതൽ ഫ്യൂവലിൻ്റെ ആവശ്യമുണ്ട്. അവിടെ എയറിൻ്റെ അളവ് വളരെ കുറവാണ്. അപ്പോൾ അതിനെ ആ പ്രപ്പോർഷനിൽ മിക്സ് ചെയ്യുന്നു. പിന്നെ ലീൻ എയർ ഫ്യൂൽ മിക്സ്ചർ അറിയാം. അതായത് വണ്ടി ക്രൂയിസിങ് സ്പീഡിൽ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ വണ്ടി റിലാക്സ് മോഡിൽ പോവുകയാണെങ്കിൽ അവിടെ കുറച്ച് ഫ്യൂവലിൻ്റെ ആവശ്യമുള്ളൂ, കുറച്ച് പവറിൻ്റെ ആവശ്യമുള്ളൂ. സോ ഫ്യൂവലിൻ്റെ അളവ് കുറവും എയറിൻ്റെ അളവ് കൂടുതലുമായിരിക്കും. അതിനെ ലീൻ എയർ ഫ്യൂൽ മിക്സ്ചർ എന്ന് പറയാം. അങ്ങനെ ഓരോ പ്രപ്പോർഷനിലും കംപ്ലീറ്റ് കമ്പസ്റ്റൻ നടക്കാൻ ആവശ്യമായ എയറിനെയും ഫ്യൂവലിനെയും സ്റ്റോഷിയോമെട്രിക് എയർ ഫ്യൂവൽ മിക്സറിനെ മിക്സ് ചെയ്യുന്നു. സോ നമ്മളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് ഓരോ പ്രപ്പോർഷനിലും എയറിനെയും ഫ്യൂവലിനെയും മിക്സ് ചെയ്യുന്നത് കാർബറേറ്റർ എന്ന് പറഞ്ഞ ഡിവൈസാണ് ഇൻ പെട്രോൾ എഞ്ചിൻ. ആ കാർബറേറ്ററിനകത്തുള്ള എയർ ഫ്യൂവൽ മിക്സ്ചർ എഞ്ചിൻ സിലിണ്ടറിലേക്ക് എത്തുകയും സക്ഷൻ്റെ ടൈമിൽ എഞ്ചിൻ സിലിണ്ടറിലേക്ക് എത്തുകയും ആ എഞ്ചിൻ അതിനെ കംപ്രസ് ചെയ്ത് അവിടെ സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്ത് പവർ പ്രൊഡ്യൂസ് ചെയ്യുകയും അവിടെ പവർ ജനറേറ്റ് ചെയ്യുകയും കത്തിക്കരിഞ്ഞ എക്സോസ്റ്റ് ഗ്യാസിനെ നമുക്ക് എക്സോസ്റ്റ് വാൽവ് വഴി എഞ്ചിനിൽ നിന്ന് പുറത്തുള്ളയും ഒരു എഞ്ചിൻ സൈക്കിൾ വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് എയർ ഫ്യൂൽ സപ്ലൈ സിസ്റ്റം ഇൻ പെട്രോൾ എഞ്ചിൻ. നമുക്കടുത്ത ഡീസൽ എഞ്ചിനിൽ നോക്കാം. ഡീസൽ എഞ്ചിനിലൊരു കാര്യം, എയറിനെയും ഫ്യൂവലിനെയും ഇവിടെ എക്സ്റ്റേണലായിട്ട് മിക്സ് ചെയ്യുന്നില്ല. നമ്മൾ പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും പറഞ്ഞപ്പോൾ അതിൻ്റെ കമ്പാരിസൺ പറഞ്ഞപ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. ഡീസൽ എഞ്ചിനിൽ ആദ്യം സക്ഷൻ്റെ ടൈമിൽ എയറിനെ മാത്രമാണ് സക്ക് ചെയ്തെടുക്കുക. അത് നേരത്തെ പറഞ്ഞതുപോലെ എയറിനെ ഒരു എയർ ക്ലീനർ ഉപയോഗിച്ച് ഡയറക്റ്റ് എഞ്ചിൻ സിലിണ്ടറിനുള്ളിലേക്ക് എത്തിക്കുകയാണ്. എഞ്ചിൻ സിലിണ്ടറിനുള്ളിലേക്ക് ഡയറക്റ്റ് എത്തിക്കുകയാണ്. അല്ലാതെ ഡീസലുമായിട്ട് യാതൊരു മിക്സിങ്ങും ഇല്ല. ഇനി ഡീസൽ എങ്ങനെ ഇതിനകത്തേക്ക് സപ്ലൈ ചെയ്ത് നോക്കാം. അതുകൊണ്ടാണ് ഇതിൻ്റെ ഹെഡിങ് ഫ്യൂവൽ സപ്ലൈ സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. സോ ഡീസൽ ഒരു ഫ്യൂവൽ ടാങ്കിൽ കളക്ട് ചെയ്തിട്ടുണ്ടാവും. അതൊരു ഫീഡ് പമ്പ് ഉപയോഗിച്ച് ഒരു ലോ പ്രഷർ പമ്പാണ് ഇത് യൂസ് ചെയ്യുന്നത്. അത് ജസ്റ്റ് ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂവലിനെ ഇഞ്ചക്ഷൻ പമ്പിൽ എത്തിക്കുക എന്നത് മാത്രമാണ് ഫീഡ് പമ്പിൻ്റെ ധർമ്മം. സോ ഫ്യൂവൽ ടാങ്കിൽ ഇരിക്കുന്ന ഡീസലിനെ ഫീഡ് പമ്പ് വലിച്ചെടുക്കുകയും അതിനെ ഫിൽട്രൈസ് ചെയ്തിട്ട് ഇഞ്ചക്ഷൻ പമ്പിലെത്തിക്കുകയും ചെയ്യുന്നു. ഇനി എന്തുകൊണ്ട് ഇഞ്ചക്ടർ പമ്പ് യൂസ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഇവിടെ കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന എയറിലേക്കാണ് നിങ്ങൾക്ക് ഡീസലിനെ ഇഞ്ചക്ട് ചെയ്യേണ്ടത്. സോ ഇവിടെ ഹൈ പ്രഷറിലാണ് എയറിനെ കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുക. അറൗണ്ട് 32 ബാർ വരെ അല്ലെങ്കിൽ 28 മുതൽ 35 ബാർ പ്രഷറിലായിരിക്കും സാധാരണഗതിയിൽ കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുക. ഇതിനകത്തേക്ക് ഡീസലിനെ നിങ്ങൾ ഇഞ്ചക്ട് ചെയ്യണമെങ്കിൽ അതിൽ ഹൈ പ്രഷറിൽ വേണം ഇഞ്ചക്ട് ചെയ്യാൻ. അതായത് 35 ബാറിന് മണ്ടയ്ക്കുള്ള പ്രഷറിനുണ്ടെങ്കിൽ മാത്രമേ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് ഡീസലിനെ ഇഞ്ചക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ ഇഞ്ചക്ഷൻ പ്രഷർ ഉണ്ടാക്കുന്ന ഡിവൈസാണ് ഇഞ്ചക്ടർ പമ്പ്. ഇത് 100 ബാറോ അതിൽ മണ്ടയ്ക്കോ ഡീസലിനെ പ്രഷറൈസ് ചെയ്ത് ഇഞ്ചക്ടർ എന്ന് പറയുന്ന ഡിവൈസിലൂടെ എഞ്ചിൻ സിലിണ്ടറിനുള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നു. ഓക്കെ, ശ്രദ്ധിക്കുക. ഫ്യൂവൽ സപ്ലൈ സിസ്റ്റം ഒന്നുകൂടെ പറയാം. ഫ്യൂവൽ ടാങ്കിലുള്ള ഡീസലിനെ ഫ്യൂവൽ ഫീഡ് പമ്പ് ഫിൽറ്റർ വഴി ഇഞ്ചക്ടർ പമ്പിലേക്ക് എത്തിക്കുന്നു. ഇഞ്ചക്ടർ പമ്പിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ ഹൈ പ്രഷറിൽ ഇഞ്ചക്ഷൻ സാധ്യമാക്കുക എന്നാണ്. അവിടെ ഹൈ പ്രഷറൈസ് ചെയ്ത് നോസിലിനകത്ത് കൂടി അറ്റോമൈസ് ചെയ്ത ഫ്യൂവലിനെ കമ്പസ്റ്റൻ ചേമ്പറിലേക്ക് എത്തിക്കുന്നു അല്ലെങ്കിൽ എഞ്ചിൻ സിലിണ്ടറിലേക്ക് എത്തിക്കുന്നു. ഇതാണ് ഫ്യൂവൽ സപ്ലൈ സിസ്റ്റം ഇൻ ഡീസൽ എഞ്ചിൻ. ഇവിടെ ഒരു കാറ്റലിറ്റിക് കൺവേർട്ടറും മഫ്ലറും കൊടുത്തിട്ടുണ്ട്.
ഇതിനകത്ത് വരുന്ന എക്സോസ്റ്റ് ഗ്യാസിനകത്ത് നമുക്ക് സാധാരണ അറിയാം, നമുക്ക് കംപ്ലീറ്റ് കമ്പോസിഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, സ്റ്റോഷിയോമെട്രിക് എയർ ഫ്യൂൽ മിക്സ്ചറിൻ്റെ കേസ് പറഞ്ഞപ്പോൾ അത് പറഞ്ഞതാണ്. പക്ഷേ അന്തരീക്ഷത്തിൽ നൈട്രജൻ്റെ അളവ് കൂടുതൽ ആകുകയും എയറിൻ്റെ അളവ് ഡീസൽ എഞ്ചിനിൽ കൂടുതലാകുകയും ചെയ്തത് മൂലം ഇതിനകത്ത് നൈട്രസ് ഓക്സൈഡ് പോലുള്ള സംയുക്തങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും. അത് നമുക്ക് ഹാംഫുള്ളാണ്, ഹ്യൂമൻ ബീങ്സിന് വളരെ എൻവയോൺമെൻറ്റിന് വളരെ ഹാംഫുള്ളാണ്. അതിൻ്റെ കണ്ടൻറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കാറ്റലിറ്റിക് കൺവേർട്ടർ എന്ന് പറഞ്ഞൊരു ഡിവൈസ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ എക്സോസ്റ്റ് ഗ്യാസിനെ മഫ്ലർ, പിന്നെ നമുക്ക് സൈലൻസർ എന്ന് വിളിക്കാം, അതായത് പോക്കുഴൽ നമ്മുടെ സൗണ്ടിനെ അബ്സോർബ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ആ എക്സോസ്റ്റ് ഗ്യാസിനെ പുറത്തുവിടുമ്പോൾ ഹൈ പ്രഷർ ഗ്യാസാണ് വരിക. സോ ആ ഹൈ പ്രഷർ ഗ്യാസ് നോയ്സിന് കാരണമാകും. അതിൻ്റെ നോയ്സ് റെഡ്യൂസ് ചെയ്ത് മഫ്ലറിൽ നിന്ന് എക്സോസ്റ്റ് ഗ്യാസ് അറ്റ്മോസ്ഫിയറിലേക്ക് പുറത്ത് കളയുന്നു. ഇതാണ് ഫ്യൂവൽ സപ്ലൈ സിസ്റ്റം ഇൻ ഡീസൽ എഞ്ചിൻ. ഓക്കെ, ഇനി നമ്മൾക്ക് നോക്കേണ്ടത് ഇഗ്നീഷൻ സിസ്റ്റം ഇൻ പെട്രോൾ എഞ്ചിനുകളാണ്. അതായത് നമുക്കറിയാം, പെട്രോൾ എഞ്ചിനെ സ്പാർക്ക് ഇഗ്നീഷൻ എഞ്ചിൻ എന്നും വിളിക്കാം, ഡീസൽ എഞ്ചിനെ കംപ്രഷൻ ഇഗ്നീഷൻ എഞ്ചിൻ എന്നും വിളിക്കാം. ഡീസൽ എഞ്ചിനിൽ കംപ്രഷൻ അല്ലെങ്കിൽ ഇഗ്നീഷൻ സാധ്യമാകുന്നതിന് എക്സ്റ്റേണൽ കമ്പോണൻസ് ഒന്നുമില്ല. അതിനകത്തുള്ള വർക്കിംഗ് നമ്മൾ ഡീസൽ എഞ്ചിൻ്റെ പ്രവർത്തനം പറഞ്ഞതാണ്. അത് കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന എയറിനകത്തേക്ക് 300 ഡിഗ്രി സെൽഷ്യസിനടുത്ത് കത്തുന്ന ഡീസലിനെ ഇഞ്ചെക്ട് ചെയ്താൽ, അതായത് 450 ഡിഗ്രി സെൽഷ്യസ് ഇരിക്കുന്ന എയറിനകത്തേക്ക് 300 ഡിഗ്രി സെൽഷ്യസിൽ കത്തുന്ന ഡീസലിനെ ഇഞ്ചെക്ട് ചെയ്താൽ ആ ഡീസൽ സ്വയം കത്തും. അവിടെ എക്സ്റ്റേണൽ സ്പാർക്കിൻ്റെ ആവശ്യമില്ല. പക്ഷേ പെട്രോൾ എഞ്ചിൻ്റെ കേസ് അങ്ങനെയല്ലായിരുന്നു പറഞ്ഞത്. പെട്രോൾ എഞ്ചിന് സ്പാർക്ക് ഇഗ്നീഷൻ എഞ്ചിൻ എന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. സോ ആ പെട്രോൾ എഞ്ചിനിൽ സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഒരു സിസ്റ്റം ആവശ്യമാണ്. അതിനെയാണ് ഇഗ്നീഷൻ സിസ്റ്റം ഇൻ പെട്രോൾ എഞ്ചിൻ എന്ന് നമ്മൾ പറയുക. അത് സാധാരണഗതിയിൽ 2 രീതിയിലുണ്ട്, ബാറ്ററി ഇഗ്നീഷൻ സിസ്റ്റവും മാഗ്നറ്റോ ഇഗ്നീഷൻ സിസ്റ്റവും. വളരെ ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ്. ബാറ്ററി ഇഗ്നീഷൻ സിസ്റ്റത്തിൻ്റെ ഏകദേശം മിക്ക കമ്പോണൻറ്റുകളുമാണ് മാഗ്നറ്റോ ഇഗ്നീഷൻ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുക. ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, ആ എനർജി സോഴ്സിൻ്റെ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. സോ ബാറ്ററി ഇഗ്നീഷൻ സിസ്റ്റവും മാഗ്നറ്റോ ഇഗ്നീഷൻ സിസ്റ്റവും പറയാം. ബാറ്ററി ഇഗ്നീഷൻ സിസ്റ്റം നല്ല രീതിയിൽ നമുക്ക് നോക്കാം എന്താണ്. ഇതാണ് ഒരു ബാറ്ററി ഇഗ്നീഷൻ സിസ്റ്റത്തിൻ്റെ ഫിഗർ. ബാറ്ററി ഇഗ്നീഷൻ സിസ്റ്റത്തിനകത്ത് ഒരു ബാറ്ററി ഉണ്ടാവും. അതാണ് ബാറ്ററി ഇഗ്നീഷൻ സിസ്റ്റം എന്ന പേര് വരാൻ തന്നെ കാരണം, ഒരു ബാറ്ററി ഉണ്ടാവും. നമ്മൾ യൂസ് ചെയ്യുന്നത് ലെഡ് ആസിഡ് ബാറ്ററിയാണ് വെഹിക്കിൾസിൽ യൂസ് ചെയ്യുക. നമ്മൾ യൂസ് ചെയ്യുന്ന ബാറ്ററി ലെഡ് ആസിഡ് ബാറ്ററിയാണ്. 12 വോൾട്ട് ബാറ്ററിയാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുക. പിന്നീട് നമ്മളുടെ ഒരു ഇഗ്നീഷൻ സ്വിച്ച് ഉണ്ടാവും, അതായത് ഡ്രൈവർ താക്കോലെടുത്തിരിക്കുന്ന, അതാണ് ഇഗ്നീഷൻ സ്വിച്ച് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടൊരു ബെല്ലാസ്റ്റ് റെസിസ്റ്റർ ഉണ്ടാവും. ബെല്ലാസ്റ്റ് റെസിസ്റ്റർ കഴിഞ്ഞിട്ട് ഈ കാണുന്ന സാധനമാണ്, ഈ കാണുന്ന ഡിവൈസാണ് ഇഗ്നീഷൻ കോയിൽ എന്ന് പറയും. ഇഗ്നീഷൻ കോയിൽ ഇതൊരു ട്രാൻസ്ഫോമറാണ്, ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ ഫംഗ്ഷനാണ് ഇത് ചെയ്യുക. സോ അതിനുശേഷം ഒരു കോണ്ടാക്ട് ബ്രേക്കർ ഉണ്ടാവും. കോണ്ടാക്ട് ബ്രേക്കർ CB പോയിന്റ് എന്ന് പറയുന്നു. ഒരു കപ്പാസിറ്ററാണ്, ഈ കാണുന്നതാണ് കപ്പാസിറ്റർ. ഒരു കപ്പാസിറ്റർ ഉണ്ട്, ഒരു കോണ്ടാക്ട് ബ്രേക്കർ പോയിന്റ് ഉണ്ട്. അതിനുശേഷം ഡിസ്ട്രിബ്യൂട്ടർ, ഈ ഇഗ്നീഷൻ കോയിലിനകത്തുനിന്ന് ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്ന ഒരു ഡിവൈസിലേക്ക് പോകുന്നു. ആ ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്ന് സ്പാർക്ക് പ്ലഗ് എന്ന് പറയുന്ന ഡിവൈസിലേക്ക് പോകുന്നു. ഈ സ്പാർക്ക് പ്ലഗ് നിങ്ങളുടെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ, പെട്രോൾ എഞ്ചിനിൽ സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസാണ് സ്പാർക്ക് പ്ലഗ്. ഓക്കെ, നമുക്കിതിൻ്റെ ഒരു സ്കിമാറ്റിക് ഡയഗ്രാം നോക്കാം. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് മനസ്സിലാവും. അതിനകത്ത് കമ്പോണൻസ്, ബാറ്ററി ഇഗ്നീഷൻ സിസ്റ്റത്തിൻ്റെ കമ്പോണൻസ് ആണ് ഞാൻ പറഞ്ഞ കമ്പോണൻസ് തന്നെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. ബാറ്ററി 12 വോൾട്ടിൻ്റെ ബാറ്ററി, ഇഗ്നീഷൻ കോയിൽ, കോണ്ടാക്ട് ബ്രേക്കർ പോയിന്റ്, കപ്പാസിറ്റർ, ഡിസ്ട്രിബ്യൂട്ടർ, സ്പാർക്ക് പ്ലഗ്. നമുക്ക് ഈ ഫിഗറിനകത്ത് ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നോക്കാം. ബാറ്ററിയിൽ നിന്ന് 12 വോൾട്ട് ബാറ്ററിയിൽ നിന്ന് കറണ്ട് ഈ ലൈനിൽ കൂടി ഇഗ്നീഷൻ കോയിലെത്തുന്നു. ഇഗ്നീഷൻ കോയിലിൽ 2 വൈൻഡിങ് ആണുള്ളത്, ട്രാൻസ്ഫോമർ പോലെ തന്നെ പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങും. പ്രൈമറി വൈൻഡിങ്ങിൽ നമ്പർ ഓഫ് ടേൺസ് കുറവായിരിക്കും, തിക്ക് വയേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുക. എന്നാൽ സെക്കൻഡറി കോയിലിൽ നമ്പർ ഓഫ് ടേൺസ് കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. സാധാരണഗതി പ്രൈമറിയിൽ 200 മുതൽ 300 ടേൺസ് ആയിരിക്കും ഉണ്ടാകുക. ഇവിടെ 15,000 മുതൽ 20,000 ടേൺസ് വരെ ആയിരിക്കും സെക്കൻഡറി കോയിൽ ഉണ്ടാകുക. അതായത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ ഫംഗ്ഷനാണ് ഇവിടെ യൂസ് ചെയ്യുക. സോ പ്രൈമറി കോയിലിൻ്റെ ഒരു എൻഡ് നമ്മൾ കോണ്ടാക്ട് ബ്രേക്കർ പോയിന്റ് എന്ന് പറയുന്ന ഒരു ക്യാമും കോണ്ടാക്ട് ബ്രേക്കർ പോയിന്റിനകത്ത് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതിനകത്ത് പാരലായിട്ട് ഒരു കപ്പാസിറ്ററും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡറി കോയിലിൻ്റെ ഒരു എൻഡ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടറിനകത്തേക്ക് കൊടുത്തേക്കുന്നു. ഡിസ്ട്രിബ്യൂട്ടറിനകത്ത് നിന്ന് സ്പാർക്ക് പ്ലഗിലേക്ക് പോയിരിക്കുന്നു. ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. 12 വോൾട്ട് ബാറ്ററിയിൽ നിന്ന് കറണ്ട് ഇഗ്നീഷൻ കോയിലിൻ്റെ പ്രൈമറി വൈൻഡിങ്ങിലേക്ക് കൂടി ഒഴുകുന്നു. പ്രൈമറി വൈൻഡിങ്ങിൽ ഒരു ചാലകമായതുകൊണ്ട് അതിനകത്തോട് ഒഴുകുമ്പോൾ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യും. സോ അത് ആ ഒഴുകിയ കറണ്ട് ഡയറക്റ്റ് വന്ന് കോണ്ടാക്ട് ബ്രേക്കർ പോയിന്റിലേക്ക് എത്തി എർത്താകുകയാണ് ചെയ്യുക. ശ്രദ്ധിക്കുക, എപ്പോഴാണോ ഈ ക്യാം റൊട്ടേറ്റ് ചെയ്ത് ഈ കോണ്ടാക്ട് ബ്രേക്കർ പോയിന്റിനെ ഓപ്പൺ ചെയ്യുന്നത്, എപ്പോഴാണോ കോണ്ടാക്ട് ബ്രേക്കർ പോയിന്റിനെ ഓപ്പൺ ആകുന്നത്, അന്നേരം ഈ കറണ്ട് അതേ ഡയറക്ഷനിൽ വന്ന് കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യും. കാരണം ഈ പോയിന്റ് ഓപ്പൺ ആകുന്നു, ഇതിൽ കൂടെ കറണ്ട് ഒഴുകാൻ സാധ്യമാകുന്നില്ല.
സോ ഇവിടുത്തെ കപ്പാസിറ്ററിനെ ഓപ്പൺ ചെയ്യുന്നു, ഈ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യുന്നു, കപ്പാസിറ്റർ ചാർജ് ആകുന്നു. ഈ കപ്പാസിറ്റർ ഈ ബാറ്ററിയേക്കാളും എപ്പോഴാണോ ചാർജ് കൂടുതലാകുന്നത് ഇത് തിരിച്ച് ഡിസ്ചാർജ് ചെയ്യുന്നു. ഡിസ്ചാർജ് ചെയ്യുന്നു പറഞ്ഞാൽ പ്രൈമറി വൈൻഡിങ്ങിലേക്ക് തിരിച്ച് ഏത് ഡയറക്ഷനിലാണോ നേരത്തെ കറണ്ട് ഒഴുകിയിരുന്നത് അതിന് റിവേഴ്സ് ആയിട്ടൊരു കറണ്ട് ഒഴുകും. സോ ഇങ്ങനെ ആൾട്ടർനേറ്റിംഗ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാരണം ഇവിടെ ഒരു ആൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാകുന്നു. അത് സെക്കൻഡറിയിലേക്ക് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. സോ സെക്കൻഡറിയിൽ ഒരു ഹൈ വോൾട്ടേജ്, നമ്പർ ഓഫ് ടേൺസ് കൂടുതലായതുകൊണ്ട് ഒരു ഹൈ വോൾട്ടേജ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഹൈ വോൾട്ടേജ് നിങ്ങളിവിടെ കൊടുക്കുന്നത് 12 വോൾട്ട് ആണെങ്കിൽ ഏകദേശം 12,000 വോൾട്ട് ആയിരിക്കും ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുക. ആ 12,000 വോൾട്ട് ഒരു കേബിൾ വഴി ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞ പോയിന്റിലെത്തുന്നു. ഡിസ്ട്രിബ്യൂട്ടർ ചെയ്യുന്നത് ഓരോ സിലിണ്ടറിലേക്കും, ഇത് മൾട്ടി സിലിണ്ടർ എഞ്ചിനാണ്, ഈ ഓരോ സിലിണ്ടറിലേക്കും ഈ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ആരോ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യുകയാണ്. സോ ഇവിടെ വന്ന് നിൽക്കുന്ന വോൾട്ടേജ് ഇതിനകത്തേക്ക് കൊടുക്കുന്നു, അതിനുശേഷം ഇത് റൊട്ടേറ്റ് ചെയ്ത് അടുത്ത സിലിണ്ടറിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ ഓരോ സിലിണ്ടറിലും കണക്ട് ചെയ്തേക്കുന്ന സ്പാർക്ക് പ്ലഗിലേക്ക് ഈ വോൾട്ടേജിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതാണ് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ഫംഗ്ഷൻ. സോ ഇതാണ് ഒരു ബാറ്ററി ഇഗ്നിഷൻ സിസ്റ്റത്തിൻ്റെ ലേഔട്ട്. സോ ഇതിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ബാറ്ററി എത്ര വോൾട്ട്, 12 വോൾട്ട് ലെഡ് ആസിഡ് ബാറ്ററിയാണ് യൂസ് ചെയ്യുക. ഇവിടെ പ്രൈമറി വൈൻഡിങ് 200 മുതൽ 300 ടേൺസ് വരെയാണ്. ഇവിടെ സെക്കൻഡറി വൈൻഡിങ് 15,000 മുതൽ 20,000 ടേൺസ് വരെയാണ്. ഇത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ ഫംഗ്ഷനാണ് യൂസ് ചെയ്യുക. സോ ഇവിടെ ഒരു കോൺടാക്ട് ബ്രേക്കർ പോയിന്റ് ഉണ്ട്. ഈ കോൺടാക്ട് ബ്രേക്കർ ഓപ്പൺ ആകുകയും ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നു. സ്പാർക്ക് എപ്പോഴാണോ ഇത് ഓപ്പൺ ചെയ്യുന്നത് അപ്പോഴാണ് ഇവിടെ സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ കപ്പാസിറ്റർ ഇത് കോൺടാക്ട് ബ്രേക്കർ ഓപ്പൺ ആകുമ്പോൾ ഇതിനെ ചാർജിനെ അബ്സോർബ് ചെയ്യുന്നു, എന്നിട്ട് അതിന് ഡിസ്ചാർജ് ചെയ്യുന്നു, അതായത് സ്പാർക്കിനെ ഇൻറ്റൻസിഫൈ ചെയ്യുന്നു. ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞ ഡിവൈസ് ഏത് സിലിണ്ടറിലാണോ ഫയറിംഗ് ഓർഡർ അനുസരിച്ചിട്ട് അതാത് സിലിണ്ടറിലേക്ക് വോൾട്ടേജിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സ്പാർക്ക് പ്ലഗ് ഡിവൈസാണ്, സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസാണ് സ്പാർക്ക് പ്ലഗ്. ഇതാണ് ഒരു ബാറ്ററി ഇഗ്നിഷൻ സിസ്റ്റത്തിൻ്റെ. ഇതിനകത്ത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഇത് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് DC വോൾട്ടേജ് ആണ്. ഇത് ട്രാൻസ്ഫോമറാണ്. ട്രാൻസ്ഫോമർ AC-യിലേ വർക്ക് ചെയ്യത്തുള്ളൂ. ഈ കപ്പാസിറ്റർ കാരണമാണ് ഇവിടെ ആൾട്ടർനേറ്റിംഗ് EMF പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് തിരിച്ച് മാഗ്നെറ്റോ ഇഗ്നിഷൻ സിസ്റ്റത്തിലേക്ക് വരാം. ഇത് അതിനകത്തൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ബാറ്ററി ഇഗ്നിഷൻ സിസ്റ്റത്തിൽ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. ബാറ്ററി, ഇഗ്നിഷൻ സ്വിച്ച്, പ്രൈമറി വൈൻഡിങ്, കോണ്ടാക്ട് ബ്രേക്കർ പോയിന്റ്, കപ്പാസിറ്റർ, ഇത്രയും കൂടി ചേർന്നതാണ് പ്രൈമറി സർക്യൂട്ട്. ഓക്കെ, ബാറ്ററി, ഇഗ്നിഷൻ സ്വിച്ച്, പ്രൈമറി വൈൻഡിങ് ഓഫ് ഇഗ്നിഷൻ കോയിൽ, കോണ്ടാക്ട് ബ്രേക്കർ, കപ്പാസിറ്റർ, ഇത്രയും കൂടി ചേർന്നതാണ് പ്രൈമറി സർക്യൂട്ട്. അപ്പോൾ വിച്ച് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് പ്രൈമറി സർക്യൂട്ട് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഇതിനകത്തൊരു 3 ഓപ്ഷനും സെക്കൻഡറി സർക്യൂട്ടിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാവും. അപ്പോൾ സെക്കൻഡറി സർക്യൂട്ട് എന്താണെന്ന് നോക്കാം. സെക്കൻഡറി സർക്യൂട്ട് എന്ന് പറയുന്നത് സെക്കൻഡറി വൈൻഡിങ് ഓഫ് ഇഗ്നിഷൻ കോയിൽ, ഡിസ്ട്രിബ്യൂട്ടർ, സ്പാർക്ക് പ്ലഗ്, ഇതാണ് സെക്കൻഡറി സർക്യൂട്ട്. അപ്പോൾ ഇതിനകത്ത് ആ ക്വസ്റ്റ്യൻ അങ്ങനെ വന്നിട്ടുണ്ട്. സോ വിച്ച് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് പ്രൈമറി സർക്യൂട്ട് എന്ന് ചോദിച്ചാലോ വിച്ച് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് സെക്കൻഡറി സർക്യൂട്ട് എന്ന് ചോദിച്ചാലോ ഇത് മനസ്സിലാക്കി വെച്ചിരിക്കുക, ഇതിനകത്തുള്ളതായിരിക്കും വരിക. നെക്സ്റ്റ് ഇഗ്നിഷൻ സിസ്റ്റത്തിലേക്ക് പോകാം. മാഗ്നെറ്റോ ഇഗ്നിഷൻ സിസ്റ്റം. ഇത് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന 2 വീലേഴ്സിലാണ്. ഇതിൽ ബാറ്ററിക്ക് പകരം ഒരു ആർമേച്ചർ മാഗ്നറ്റ് അസംബ്ലിയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ മാഗ്നറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഈ ആർമേച്ചറിൽ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ബാറ്ററി ഒരു എനർജി സോഴ്സ് ആയിരുന്നെങ്കിൽ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഈ കോയിലിനകത്തൊരു EMF പ്രൊഡ്യൂസ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് പ്രൈമറി വൈൻഡിങ്ങിലൂടെ ഇവിടെ തന്നെയാണ് പ്രൈമറിയും സെക്കൻഡറിയും തന്നെ ആർമേച്ചറിൽ തന്നെയാണ് ഫിക്സ് ചെയ്തേക്കുക. സോ എന്ത് ചെയ്യുന്നു, ഈ പ്രൈമറി കൂടെ കറണ്ട് ഒഴുകി കോണ്ടാക്ട് ബ്രേക്കറിൽ എത്തുന്നു, കോണ്ടാക്ട് ബ്രേക്കർ ഓപ്പൺ ആവുന്നു, കപ്പാസിറ്ററിൽ എത്തുന്നു, കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുന്നു, സെക്കൻഡറിയിൽ ഒരു ഹൈ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്നു, അത് ഡിസ്ട്രിബ്യൂട്ടറിനകത്തെത്തി ഓരോ സ്പാർക്ക് പ്ലഗിൻ്റെ ഫയറിംഗ് ഓർഡർ അനുസരിച്ചിട്ട് സ്പാർക്ക് പ്ലഗിലേക്ക് കൊടുക്കുന്നു. എക്സാക്ട്ലി മറ്റേ ബാറ്ററി ഇഗ്നിഷൻ സിസ്റ്റം തന്നെ, പക്ഷേ ഇവിടെ എനർജി സോഴ്സിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ അതിനുശേഷം നമുക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് ഗവേണിംഗ്. ഗവേണിങ്ങിനകത്ത് 1-2 ക്വസ്റ്റ്യൻസ് നേരത്തെ ചോദിച്ചിട്ടുണ്ട്. ഗവേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജിൻ്റെ ലോഡിനനുസരിച്ച്, അതായത് എൻജിൻ ലോഡ് കൂടുകയാണെങ്കിൽ എൻജിൻ്റെ സ്പീഡ്, വെഹിക്കിളിൻ്റെ സ്പീഡ് സ്വാഭാവികമായിട്ട് കുറയും. ഒരു തടി കയറ്റി പോകുന്ന ലോറിയിൽ തടി കയറ്റിയ ലോറിയുടെ സ്പീഡ് സ്വാഭാവികമായിട്ട് കുറവായിരിക്കും. ആ ലോഡ് എടുത്ത് മാറ്റിയാൽ ലോറിയുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യും. സോ ഈ ലോഡ് കൂടുന്നതനുസരിച്ച് സ്പീഡ് കുറയുകയും ലോഡ് കുറയുന്നതനുസരിച്ച് അല്ലെങ്കിൽ ലോഡ് മാറ്റപ്പെടുന്നതനുസരിച്ച് സ്പീഡ് കൂടുകയും ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അത് നമുക്ക് ഫേവറബിൾ അല്ല. സോ എൻജിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ വെഹിക്കിളിൻ്റെ സ്പീഡ് കോൺസ്റ്റൻ്റ് ആക്കി നിർത്താൻ വേണ്ടി ഏത് ലോഡ് കണ്ടീഷൻ ആയാലും എൻജിൻ്റെ സ്പീഡ് കണ്ടീഷൻ ഫേവറബിളായിട്ട് നിർത്താൻ, ഒരു കോൺസ്റ്റൻ്റ് ഒരു പർട്ടിക്കുലർ രീതിയിൽ റെഗുലേറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഗവർണർ. ആ മെത്തേഡിനെയാണ് ഗവേണിംഗ് എന്ന് പറയുക. സോ മെയിൻലി ഇത് 2 രീതിയിലാണ് യൂസ് ചെയ്യുക. പെട്രോൾ എഞ്ചിനിലും ഡീസൽ എഞ്ചിനിലും 2 ഗവേണിംഗ് സിസ്റ്റമാണ് യൂസ് ചെയ്യുക. ഒന്നാമത്തെ പെട്രോൾ എഞ്ചിനിൽ യൂസ് ചെയ്യുന്ന ഗവേണിംഗ് മെത്തേഡാണ് ക്വാണ്ടിറ്റേറ്റീവ് ഗവേണിംഗ്.
അതായത് ക്വാണ്ടിറ്റേറ്റീവ് ഗവേണിംഗ് എന്ന് പറയുന്നത് പെട്രോൾ എഞ്ചിനിൽ യൂസ് ചെയ്യുന്നു. ക്വാണ്ടിറ്റേറ്റീവ് ഗവേണിംഗ് എന്ന് പറഞ്ഞാൽ പെട്രോൾ എഞ്ചിനിൽ യൂസ് ചെയ്യുന്നു. പെട്രോൾ എഞ്ചിനിൽ എയറിൻ്റെയും ഫ്യൂവലിൻ്റെയും ക്വാണ്ടിറ്റി റെഗുലേറ്റ് ചെയ്താണ് ഗവേണിംഗ് നടത്തുക. അതായത് ലോഡ് കൂടിയാൽ സ്വാഭാവികമായും പെട്രോൾ എഞ്ചിൻ്റെ സ്പീഡ് കുറയും. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് എയർ ഫ്യൂവൽ മിക്സ്ചറിന് അകത്തേക്ക് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കൂടുതൽ ഫ്യൂവൽ ബേൺ ആവും, കൂടുതൽ പവർ ജനറേറ്റ് ചെയ്യും. അങ്ങനെ വെഹിക്കിളിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യും. അതായത് ലോഡ് കൂടിയാലും കൂടുതൽ ക്വാണ്ടിറ്റി ഓഫ് എയർ ഫ്യൂവൽ മിക്സ്ചർ അകത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബേണിംഗ് നടക്കും, ഫ്യൂവലിൻ്റെ ബേണിംഗ് നടക്കും, കൂടുതൽ പവർ ജനറേറ്റ് ചെയ്യും. അങ്ങനെ ക്വാണ്ടിറ്റി കാരണം കൂടുതൽ ക്വാണ്ടിറ്റി ഓഫ് ഫ്യൂവൽ ആൻഡ് എയർ കൊടുത്തത് കാരണം പെട്രോൾ എഞ്ചിനിൽ സ്പീഡ് ഇൻക്രീസ് ചെയ്യും. നമുക്ക് കോൺസ്റ്റൻറ്റ് സ്പീഡായിട്ട് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പെട്രോൾ എഞ്ചിനിൽ ക്വാണ്ടിറ്റേറ്റീവ് ഗവേണിംഗ് എന്ന് പറയുന്നത്. ഇനി ഡീസലിൻ്റെ കേസിൽ ഒരു വ്യത്യാസമുണ്ട്. ക്വാളിറ്റേറ്റീവ് ഗവേണിംഗ് ആണ് ഡീസൽ എഞ്ചിൻ്റെ കേസിൽ യൂസ് ചെയ്യുക. ഡീസലിൻ്റെ ക്വാളിറ്റി, അതായത് നിങ്ങൾ ഡീസൽ എഞ്ചിനിൽ വർക്ക് ചെയ്യുമ്പോൾ സക്ഷൻ്റെ സമയത്ത് എയർ മാത്രമാണ് വലിച്ചെടുക്കുക. ആ എയറിനകത്തെ ക്വാണ്ടിറ്റിക്ക് യാതൊരു വ്യത്യാസമില്ല. ആ എയറിൻ്റെ കോൺസ്റ്റൻറ്റ് ക്വാണ്ടിറ്റി ആയിരിക്കും എപ്പോഴും ഡീസൽ എഞ്ചിൻ വലിച്ചെടുക്കുക. ഇനി ലോഡ് കൂടുന്ന സമയത്ത് അതായത് എഞ്ചിൻ്റെ സ്പീഡ് കുറയുകയാണെങ്കിൽ ഈ എയറിനകത്തേക്ക് ഇഞ്ചക്റ്റ് ചെയ്യപ്പെടുന്ന ഡീസലിൻ്റെ കണ്ടൻറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ ലോഡ് കൂടി, എഞ്ചിൻ്റെ സ്പീഡ് കുറഞ്ഞു, സ്വാഭാവികമായിട്ടും അവിടെ കൂടുതൽ പവർ വേണം. അപ്പോൾ ആ എയറിനകത്തേക്ക് കൂടുതൽ ഡീസലിനെ നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്നു. കൂടുതൽ ഡീസലിനെ ഇഞ്ചക്ട് ചെയ്യുന്ന സമയത്ത് ആ മിക്സ്ചറിൻ്റെ ക്വാളിറ്റിയാണ് ശ്രദ്ധിക്കേണ്ടത്. കൂടുതൽ ഡീസലിനെ ഇഞ്ചക്ട് ചെയ്യുമ്പോൾ മിക്സ്ചറിൻ്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയായി, അതായത് ഹൈ ക്വാളിറ്റിയായി. അപ്പോൾ അങ്ങനെ ക്വാളിറ്റി വെച്ചിട്ട് നമുക്ക് ഗവേണിംഗ് ചെയ്യാൻ പറ്റും. ആ മിക്സ്ചറിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്തു. സ്പാർക്ക് അല്ലെങ്കിൽ ഇഗ്നിഷൻ നടക്കുമ്പോൾ ഹൈ പവർ ഡെവലപ്പ് ചെയ്യും, എഞ്ചിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡീസൽ എഞ്ചിനിൽ അഥവാ ഇനി ലോഡ് കുറഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുറച്ച് ഡീസൽ ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ എയറിനകത്ത് കുറച്ച് ഡീസലേ ഉണ്ടാവുകയുള്ളൂ. ആ മിക്സറിൻ്റെ ക്വാളിറ്റി വളരെ ലോ ആണ്. അതുകൊണ്ടാണ് ക്വാളിറ്റേറ്റീവ് ഗവേണിംഗ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ക്വസ്റ്റ്യൻ വരിക പെട്രോൾ എഞ്ചിനിൽ ഏത് ഗവേണിംഗ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ക്വാണ്ടിറ്റേറ്റീവ് ഗവേണിംഗ് ആണ് പെട്രോൾ എഞ്ചിനിൽ യൂസ് ചെയ്യുക. ഡീസൽ എഞ്ചിനിൽ നമ്മൾ സ്വാഭാവികമായിട്ട് യൂസ് ചെയ്യുക ക്വാളിറ്റേറ്റീവ് ഗവേണിംഗ് ആണ്. പെട്രോൾ എഞ്ചിനിൽ ക്വാണ്ടിറ്റേറ്റീവ് ഗവേണിംഗുമാണ്. അടുത്ത പോർഷനാണ് വാൽവ് ടൈമിംഗ്. വാൽവ് ടൈമിംഗ് എന്ന് പറയുന്നത് നമ്മൾ എഞ്ചിന് ഹൈ സ്പീഡിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ വാൽവ് തുറക്കാനും അടയ്ക്കാനും ഒക്കെ കിട്ടുന്ന ടൈം എന്ന് പറയുന്നത് വളരെ കുറവാണ്. എഞ്ചിൻ്റെ വോളിയോമെട്രിക് എഫിഷ്യൻസി അന്നേരം വളരെ നല്ല രീതിയിൽ കുറയും. അതായത് വോളിയോമെട്രിക് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എഞ്ചിനുള്ളിലേക്ക് എടുക്കപ്പെടുന്ന എയറിൻ്റെയോ അല്ലെങ്കിൽ എയർ ഫ്യൂൽ മിക്സ്ചറിൻ്റെയോ അളവ് വളരെ കുറയും. കാരണം ഇത് പെട്ടെന്ന് ഹൈ സ്പീഡിൽ വർക്ക് ചെയ്യുമ്പോൾ വാൽവുകൾ പെട്ടെന്ന് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യും. അതിന് ഒരു എയ്ഡ് കൊടുക്കുന്നതാണ് വാൽവ് ടൈമിംഗ്. അതായത് അതിൻ്റെ പ്രവർത്തനം സാധാരണ രീതിയിൽ എത്തിക്കാൻ വേണ്ടി നമ്മൾ വാൽവിനെ അറേഞ്ച് ചെയ്യുന്നതിനാണ് വാൽവ് ടൈമിംഗ് എന്ന് പറയുക. ഇപ്പോൾ എഞ്ചിൻ നേരത്തെ നല്ല സ്പീഡിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ, നല്ല ഹൈ സ്പീഡിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ വാൽവിൻ്റെ ചാനലിനോ വാൽവിൻ്റെ ഡയമീറ്ററിനോ ഒന്നും നമുക്ക് വേരിയേഷൻ വരുത്താൻ പറ്റില്ല. അത് എഞ്ചിൻ പാരാമീറ്റർ തന്നെയാണ്. കൂടി അവിടെ വേരിയേഷൻ വരുത്തുക എന്ന് പറയുന്നത് അത് ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതും ടൈമിൽ വ്യത്യാസം വരുത്തുക എന്നുള്ളതാണ്. വാൽവ് ടൈമിംഗ് അതാണ് ചെയ്യുക. ഇൻടേക്ക് സ്ട്രോക്കിൻ്റെ സമയത്ത്, അതായത് എഞ്ചിൻ ഹൈ സ്പീഡിൽ വർക്ക് ചെയ്യുമ്പോൾ സാധാരണ സക്ഷൻ്റെ സ്റ്റാർട്ടിങ്ങിലായിരുന്നു വാൽവ് തുറക്കേണ്ടതെങ്കിൽ കുറച്ച് നേരത്തെ വാൽവിനെ തുറന്നു വെക്കുന്നു. ഇൻലെറ്റ് വാൽവിനെ കുറച്ച് നേരത്തെ തുറന്നു വെക്കുന്നു. അങ്ങനെ വാൽവിനെ അഡ്വാൻസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ വരുന്ന എയറിനും ഫ്യൂവലിനും ഒക്കെ ഒരു ഇനേർഷ്യ ഉണ്ട്, വാൽവിനും എല്ലാം ഒരു ഇനേർഷ്യ ഉണ്ടാവും. ഇത് നേരത്തെ തുറന്നു വെക്കുന്നത് മൂലം കുറച്ചും മുന്നേ തന്നെ ഈ എയർ ഫ്യൂൽ മിക്സ്ചർ സിലിണ്ടറിനുള്ളിലേക്ക് വരാനുള്ള പ്രവണത ഉണ്ടാവും. അങ്ങനെ നമുക്ക് വോളിയോമെട്രിക് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇൻലെറ്റ് വാൽവ് നമുക്കറിയാം TDCയിൽ നിന്ന് BDCയിലേക്കുള്ളതാണ് സക്ഷൻ എന്ന് പറയുന്നത്, അല്ലേ? പിസ്റ്റൺ TDCയിൽ നിന്ന് BDCയിലേക്ക് മൂവ് ചെയ്യുമ്പോഴാണ് സക്ഷൻ ഉണ്ടാകുക. മുകളിൽ നിന്ന് താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ സക്ക് ചെയ്തെടുക്കുകയാണ്. ആ സക്ഷനിൽ TDCയിൽ നിൽക്കുമ്പോഴായിരുന്നു വാൽവ് തുറക്കേണ്ടത്. പക്ഷേ എഞ്ചിൻ്റെ വാൽവ് ടൈമിംഗ് കാരണം നമ്മളൊരു 10 ഡിഗ്രി നേരത്തെ വാൽവിനെ ഓപ്പൺ ചെയ്ത് വെക്കും. എഞ്ചിൻ അതായത് പിസ്റ്റൺ TDCയിൽ നിന്ന് BDCയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് 10 ഡിഗ്രി നേരത്തെ നമ്മൾ ഇൻലെറ്റ് വാൽവിനെ ഓപ്പൺ ചെയ്ത് വെക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? എയർ ഫ്യൂൽ മിക്സ്ചറിൻ്റെയൊക്കെ ഇനേർഷ്യ കാരണം അത് ആ വോളിയോമെട്രിക് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനും ആ എയർ ഫ്യൂൽ മിക്സ്ചർ കറക്റ്റായിട്ട് സിലിണ്ടറിനുള്ളിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഡിഗ്രി നേരത്തെ, അതൊരു ഏകദേശം 10 എന്നാണ് പറയുക, കുറച്ച് ഡിഗ്രി നേരത്തെ നമ്മൾ തുറന്നു വെക്കും. പല എഞ്ചിനിലും പല രീതിയിലായിരിക്കും അതിൻ്റെ ഡിസൈൻ പാരാമീറ്റേഴ്സ്. നമ്മൾ കോമൺലി പറയുന്നത് 10 ഡിഗ്രി തുറന്നു വെക്കുന്നു. അങ്ങനെ ഇൻലെറ്റ് വാൽവ് 10 ഡിഗ്രി നേരത്തെ തുറന്നു വെക്കുന്നതിനും നമ്മൾ വാൽവ് ടൈമിംഗ് ഡയഗ്രം, ഈ കാണുന്ന ഫിഗറാണ് വാൽവ് ടൈമിംഗ് ഡയഗ്രം എന്ന് പറയുന്നത്. അതായത് എഞ്ചിൻ്റെ ഫുൾ റൊട്ടേഷൻ, ഒരു സൈക്കിളിൻ്റെ കംപ്ലീറ്റ് റൊട്ടേഷനെ നമുക്കറിയാം. ഞാൻ നേരത്തെ ഉള്ള പ്രീവിയസ് ലെസണിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 4 സ്ട്രോക്ക് എഞ്ചിൻ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ 720 ഡിഗ്രി ഓഫ് റൊട്ടേഷനാണ്.
സോ അതൊരു ഡയഗ്രമാറ്റിക് രൂപത്തിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്, അതായത് ഒരു 360 ഡിഗ്രി റൊട്ടേഷൻ. അതായത് ശ്രദ്ധിക്കുക, ഇൻലെറ്റ് വാൾവ് തുറന്ന് ഇവിടെ എത്തുമ്പോൾ, അതായത് സക്ഷൻ TDCയിൽ നിന്ന് BDCയിലേക്ക് പിസ്റ്റൺ എത്തുമ്പോൾ സക്ഷൻ, BDCയിൽ നിന്ന് TDCയിലേക്ക് പിസ്റ്റൺ തിരിച്ച് കംപ്രഷൻ, തിരിച്ച് TDCയിൽ നിന്ന് വീണ്ടും ഇവിടെ എത്തുമ്പോൾ പവർ സ്ട്രോക്ക്, BDCയിൽ എത്തുമ്പോൾ പവർ സ്ട്രോക്ക് വീണ്ടും BDCയിൽ നിന്ന് TDCയിൽ എത്തുമ്പോൾ എക്സോ സ്ട്രോക്ക്. അങ്ങനെ ഒരു 720 ഡിഗ്രി ഓഫ് റൊട്ടേഷനെ നമ്മൾ സ്കീമാറ്റിക് ആയിട്ട് വരച്ചു വെച്ചിരിക്കുകയാണ് വാൾവ് ടൈമിംഗ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇതിൽ 10 ഡിഗ്രി നേരത്തെ വാൾവ് തുറക്കുന്നു, സക്ഷൻ, ഈ ബ്ലൂ ലൈൻ എന്ന് പറയുന്നത് സക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു, അതായത് ഇൻടേക്ക് സ്ട്രോക്ക്. ഈ ബ്ലൂ ലൈൻ എന്ന് പറഞ്ഞാൽ സക്ഷനാണ്. സക്ഷൻ്റെ ടൈമിൽ ഇൻലെറ്റ് വാൾവ് 10 ഡിഗ്രി നേരത്തെ തുറക്കുന്നു. അതിനുശേഷം ഇൻലെറ്റ് വാൾവ് അടയേണ്ടത് BDCയിൽ വെച്ചായിരുന്നു, പക്ഷേ അവിടെ വെച്ച് അടയുന്നില്ല. കാരണം ആ വന്നുകൊണ്ടിരിക്കുന്ന എയറിനൊരു ഫ്ലോ ഉണ്ട്, എയർ ഫ്യൂൽ മിക്സറിനൊരു ഫ്ലോ ഉണ്ട്, ഒരു ഇനേർഷ്യ ഉണ്ട്. നമ്മൾ കുറച്ച് നേരം കൂടി BDCയിൽ തന്നെ ക്ലോസ് ചെയ്യാതെ കുറച്ച് നേരം കൂടി ആ വാൾവ് ഓപ്പൺ ചെയ്ത് വെച്ചാൽ അത്ര എയർ ഫ്യൂൽ മിക്സറും കൂടി ഈ സിലിണ്ടറിനുള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും, വോളിയോമെട്രിക് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. സോ നമ്മൾ ഇൻലെറ്റ് വാൾവ് BDCയിൽ എത്തുമ്പോൾ തന്നെ അടയ്ക്കുന്നില്ല, അതിന് കുറച്ച് ഡിഗ്രിക്ക് ശേഷം, ഈ ഫിഗറിൽ കാണാം, ഒരു 55 ഡിഗ്രിക്ക് ശേഷം മാത്രമേ ഇൻലെറ്റ് വാൾവ് നമ്മൾ സാധാരണഗതി ക്ലോസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, വാൾവ് ടൈമിംഗ് ഡയഗ്രത്തിനകത്ത് ഇൻലെറ്റ് വാൾവിൻ്റെ കേസിൽ, വാൾവ് ടൈമിങ്ങിനകത്ത് 2 വാൾവുണ്ട് നമുക്കറിയാം, ഇൻലെറ്റ് വാൾവ് ഉണ്ട്, എക്സോസ്റ്റ് വാൾവ് ഉണ്ട്. ഇൻലെറ്റ് വാൾവിന് ഒരു ടൈമിംഗ് ഉണ്ട്, എക്സോസ്റ്റ് വാൾവിന് ഒരു ടൈമിംഗ് ഉണ്ട്. ഇൻലെറ്റ് വാൾവിൻ്റെ ടൈമിൽ ഇൻലെറ്റ് വാൾവ് 10 ഡിഗ്രി നേരത്തെ തുറക്കുന്നു, സക്ഷൻ തുടങ്ങുന്നതിന് 10 ഡിഗ്രി നേരത്തെ തുറക്കുന്നു. എന്നിട്ട് സക്ഷൻ കഴിഞ്ഞ് കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടും ഇൻലെറ്റ് വാൾവ് ക്ലോസ് ചെയ്യുന്നില്ല. ഒരു 55 ഡിഗ്രിക്ക് ശേഷമാണ് ഇൻലെറ്റ് വാൾവ് ക്ലോസ് ചെയ്യുക. ഓക്കെ, ശ്രദ്ധിക്കുക, 10 ഡിഗ്രി നേരത്തെ തുറക്കുന്നു, ഇൻലെറ്റ് വാൾവ് 10 ഡിഗ്രി നേരത്തെ ഓപ്പൺ ആവുന്നു. ഇൻലെറ്റ് വാൾവ് ക്ലോസ് ചെയ്യുന്നത് സക്ഷൻ കംപ്ലീറ്റ് ആയി കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരു 55 ഡിഗ്രിക്ക് ശേഷം മാത്രമേ ഇൻലെറ്റ് വാൾവ് ക്ലോസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ അങ്ങനെ കംപ്രഷൻ കംപ്ലീറ്റ് ആവുന്നു. കംപ്രഷൻ TDC എത്തുമ്പോൾ കംപ്രഷൻ കംപ്ലീറ്റ് ആവുന്നു, പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അവിടെ പവറിനും കംപ്രഷനിലും ഒന്നും വാൽവിൻ്റെ പ്രോസസ്സുകളില്ല, വാൽവ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നില്ല, പവർ കംപ്ലീറ്റ് ആകുന്നു. കംപ്രഷൻ സ്ട്രോക്ക് പൂർത്തിയായതിനു ശേഷം പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതാണ് ഈ ഗ്രീൻ ലൈനിൽ കാണിച്ചിരിക്കുന്നത്. കംപ്രഷൻ കംപ്ലീറ്റ് ആകുന്നു. പവറിൻ്റെയും കംപ്രഷൻ്റെയും സമയത്ത് നമുക്ക് വാൽവുകൾക്ക് ഓപ്പണിങ്ങോ ക്ലോസിങ്ങോ ഒന്നുമില്ല. കംപ്രഷൻ കംപ്ലീറ്റ് ആയി. പക്ഷേ പവർ പ്രൊഡ്യൂസ് ചെയ്ത് എൻഡിലെത്തുന്നതിന് മുമ്പേ എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആകും. എക്സോസ്റ്റ് വാൽവ് സാധാരണഗതിയിൽ ഓപ്പൺ ആവേണ്ടത് ഈ BDCയിൽ എത്തിയിട്ടായിരുന്നു, പക്ഷേ എക്സോസ്റ്റ് വാൽവ് കുറച്ച് ഡിഗ്രി മുന്നേ തുറക്കും. ഒരു 45 ഡിഗ്രി മുന്നേ എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആകും. അതായത് പവറിൻ്റെ എൻഡ് വരെ കാത്തു നിൽക്കില്ല. പവർ സ്ട്രോക്ക് ഒരു പകുതി കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് പകുതി കഴിഞ്ഞാൽ ഉടനെ എക്സോസ്റ്റ് വാൽവ് തുറന്ന് എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആവും. അപ്പോൾ നമുക്ക് ഓൾറെഡി ആ പിസ്റ്റൺ ഒരു ഇനേർഷ്യയിൽ താഴെ ഹൈ ഫോഴ്സിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ആ മൂവ്മെൻറ്റ് താഴേക്ക് തന്നെ നടക്കും. അതിനിടയ്ക്ക് നമുക്ക് എക്സോസ്റ്റ് വാൽവ് തുറന്നു കഴിഞ്ഞാൽ അത്രയും എക്സോസ്റ്റ് ഗ്യാസ് പുറത്തള്ളപ്പെടും. എഞ്ചിനിൽ കൂടുതൽ എക്സോസ്റ്റ് ഗ്യാസിനെ എത്രമാത്രം പുറന്തള്ളാവോ അത്രമാത്രം ഇൻലെറ്റ് ആയിട്ട് നമുക്ക് എഞ്ചിൻ സിലിണ്ടറിലേക്ക് എടുക്കാം. അതുകൊണ്ട് നമുക്ക് അവിടെ വോളിയോമെട്രിക് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാം. സോ എക്സോസ്റ്റ് വാൽവ് ഒരു 45 ഡിഗ്രി മുന്നേ തുറക്കും. BDCയിൽ എത്തിയിട്ടായിരുന്നു തുറക്കേണ്ടത്, പക്ഷേ അതിന് മുന്നേ 45 ഡിഗ്രി മുന്നേ എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആവും. എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആയിട്ട് സാധാരണഗതിയിൽ ആ എക്സോസ്റ്റ് പ്രോസസ്സാണ് ഈ കാണുന്നത്, ഈ ഗ്രേ കളറിൽ കാണുന്ന എക്സോസ്റ്റ് പ്രോസസ്സാണ്. അത് TDCയിൽ എത്തുമ്പോഴായിരുന്നു എക്സോസ്റ്റ് വാൽവ് അടയേണ്ടത്. തിയറിറ്റിക്കലി അടയേണ്ടത് TDCയിൽ എത്തിയിട്ടായിരുന്നു. പക്ഷേ എന്ത് സംഭവിക്കുന്നു, അന്നേരവും അടയുന്നില്ല. കുറച്ച് സമയം കൂടി, കുറച്ചൊരു 20 ഡിഗ്രിയും കൂടി എക്സോസ്റ്റ് വാൽവിനെ നമ്മൾ ഓപ്പൺ ചെയ്ത് വെക്കും. അതിനുശേഷം മാത്രമാണ് എക്സോസ്റ്റ് വാൽവ് ക്ലോസ് ചെയ്യുക. കാരണം ഈ പോയിക്കൊണ്ടിരിക്കുന്ന എക്സോസ്റ്റ് ഗ്യാസ് കംപ്ലീറ്റ് ആയിട്ട് പോകാൻ വേണ്ടി എക്സോസ്റ്റ് വാൽവ് കുറച്ച് സമയം നമ്മൾ ഹോൾഡ് ചെയ്ത് നിർത്തേക്കും. TDCയിൽ എത്തിയിട്ട് നമ്മൾ അടയ്ക്കില്ല. അതൊരു 20 ഡിഗ്രി ഹോൾഡ് ചെയ്ത് നിർത്തിക്കുന്നു. 20 ഡിഗ്രി ശേഷമാണ് എക്സോസ്റ്റ് വാൽവ് ക്ലോസ് ചെയ്യുക. ഇതൊരു ഡയഗ്രാമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് വാൽവ് ടൈമിംഗ് ഡയഗ്രാം എന്ന് പറയുന്നത്. ടോട്ടൽ 720 ഡിഗ്രി ഓഫ് റൊട്ടേഷൻ ആണ്. അത് ഇൻലെറ്റ് വാൽവ് 10 ഡിഗ്രി നേരത്തെ തുറക്കുന്നു, 55 ഡിഗ്രിക്ക് ശേഷം അടയുന്നു. ഈ എക്സോസ്റ്റ് വാൽവ് 45 ഡിഗ്രി മുന്നേ തുറക്കുന്നു, അത് 20 ഡിഗ്രിക്ക് ശേഷം അടയുന്നു. ഇതാണ് വാൽവ് ടൈമിംഗ് ഡയഗ്രാം. ഒരു തിയറിറ്റിക്കലി നമ്മൾ ആക്ച്വലി നമ്മൾ എഞ്ചിനിൽ സെറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇനി ഇതിനകത്ത് 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. വാൽവ് ലീഡ്, വാൽവ് ലാഗ്, വാൽവ് ഓവർലാപ്പ്. ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഗർ ശ്രദ്ധിക്കുക. ഇൻലെറ്റ് വാൽവ് 10 ഡിഗ്രി മുന്നേ തുറക്കുന്നു, അതൊരു ലീഡാണ്, മുന്നേ തുറന്നു വെക്കുകയാണ്. അതുപോലെ തന്നെ എക്സോസ്റ്റ് വാൽവ് 45 ഡിഗ്രി മുന്നേ തുറക്കുന്നു. സോ ഈ വാൽവുകൾ അതിൻ്റെ സമയത്തിനേക്കാൾ മുന്നേ എത്ര ഡിഗ്രി മുന്നേ തുറക്കുന്നു എന്നുള്ളതാണ് വാൽവ് ലീഡ് എന്ന് പറയുക. വാൽവ് ലീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ
എപ്പോഴാണോ തുറക്കേണ്ടത് അതിന് കുറച്ച് ഡിഗ്രി മുന്നേ തുറക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് വാൽവ് ലീഡ് എന്ന് പറയാം. സ്വാഭാവികമായും അടുത്ത വാൽവ് ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെയിം തന്നെയാണ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ്. എത്ര ഡിഗ്രിക്ക് ശേഷമാണോ, ഇവിടെയായിരുന്നു ആക്ച്വലി ഈ ഇൻലെറ്റ് വാൽവ് ക്ലോസ് ചെയ്യേണ്ടത്, പക്ഷേ ഇവിടെ എത്തിയിട്ടാണ് അത് ക്ലോസ് ആകുന്നത്. കുറച്ച് ലാഗ് ചെയ്തിട്ടാണ് അത് ക്ലോസ് ആകുന്നത്. സോ ഇത് ഇവിടെ ശ്രദ്ധിക്കുക, എക്സോസ്റ്റ് വാൽവ് ടി ഡി സിയിൽ വെച്ചായിരുന്നു ക്ലോസ് ചെയ്യേണ്ടത്, പക്ഷേ അത് കുറച്ച് 20 ഡിഗ്രിക്ക് ശേഷമാണ് എക്സോസ്റ്റ് വാൽവ് ക്ലോസ് ചെയ്യുക. സോ എത്ര ഡിഗ്രി എവിടെയാണോ അടയേണ്ടിരുന്നത് അതിന് എത്ര ഡിഗ്രി ലാഗ് ചെയ്തിട്ടാണോ വാൽവ് അടയുന്നത് അതിനെയാണ് വാൽവ് ലാഗ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ വാൽവ് ലീഡും വാൽവ് ലാഗും വ്യക്തമായെന്ന് വിചാരിക്കുന്നു. അതിനുശേഷമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് വാൽവ് ഓവർലാപ്പ്. ഈ ഫിഗർ ശ്രദ്ധിക്കുക. ഈ ഫിഗറിൽ ഇൻലെറ്റ് വാൽവ് 10 ഡിഗ്രി തുറന്നിരിക്കുന്നു, എക്സോസ്റ്റ് വാൽവ് 20 ഡിഗ്രിക്ക് ശേഷമേ അടയുന്നുള്ളൂ. ഇത് ഒരേ സമയത്ത്, അതായത് സക്ഷൻ്റെ തുടക്കത്തിൽ എക്സോസ്റ്റിൻ്റെ അവസാനം വാൽവ് കുറച്ച് നേരത്തെ, എക്സോസ്റ്റ് വാൽവ് കുറച്ച് നേരത്തേക്ക് തുറന്നിരിക്കുമെന്ന് പറയുന്നു. അത് ആ എക്സോസ്റ്റിൻ്റെ അവസാനം എന്ന് പറഞ്ഞാൽ സക്ഷൻ്റെ ആദ്യമാണ്. സക്ഷൻ്റെ ആദ്യവും കുറച്ച് നേരം നമ്മുടെ ഇൻലെറ്റ് വാൽവ് തുറന്നിരിക്കുന്നു, എക്സോസ്റ്റിൻ്റെ അവസാനം എക്സോസ്റ്റ് വാൽവും തുറന്നിരിക്കുന്നു. ഈ 10 ഡിഗ്രിയും 20 ഡിഗ്രി സമയത്തും ഒരേപോലെ രണ്ട് വാൽവും തുറന്നിരിക്കുന്ന അവസ്ഥയിലായിരിക്കും. ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും ഒരേപോലെ ഒരു ടൈമിൽ തുറന്നിരിക്കുന്നതിനെ നമുക്ക് വാൽവ് ഓവർലാപ്പ് എന്ന് പറയാം. ഓക്കെ, ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും ഒരേപോലെ തുറന്നിരിക്കുന്നതിനെ നമുക്ക് വാൽവ് ഓവർലാപ്പ് എന്ന് പറയാം. അറ്റ് എ ടൈം രണ്ട് വാൽവ് ഒരേപോലെ തുറന്നിരിക്കുകയാണെങ്കിൽ ഇറ്റ്സ് കോൾഡ് വാൽവ് ഓവർലാപ്പ്. ഓക്കെ, ഇതതിൻ്റെ തിയറിയാണ്, ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഓക്കെ, താങ്ക്സ്.